ഭൗമൗ നിത്യസുഖാനുഭൂതി ചൊരിയാൻ ദീപിതക്കോലുമായി പൊന്മുറ്റിയും ശൂലവും വെൺമഴുച്ചേടകവാളുമേന്തി ഭക്ത്യാ ഭജിപ്പവർക്കുമേറ്റം പുനരൊമ്പതില്ലത്തിനും തായിയായി വീണാവാദിനിയായി മഹാലക്ഷ്മിയായി കാളിയായി ത്രൈണഭാവം കൊണ്ടാടും ശിവനന്ദിനി ശക്തിരൂപേ സകല ഗുണാംബികേ പുണ്യം നിൻ കളിയാട്ട വേളയൻ ജന്മസാഫല്യം ശുഭേ രാമൻ തളിയെന്ന പുണ്യദേശേ ശങ്കരനാരായണാജ്ഞയാ വാഴും സാക്ഷാൽ കൈലാസാധീശതനയേ മഠത്തിൽ മുച്ചിലോട്ടമ്മേ തൊഴുന്നേ. മധുമേ മധുകൈലഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഏതാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡ മുണ്ടാർജി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിശുംഭാവകേ ശുംഭധ്വംസനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തം ദിഗേ. ഐശ്വര്യദായിനി അന്നപൂർണേശ്വരിയുമായ ശ്രീ രാമന്തലി മുച്ചിലോട്ട് ഭഗവതിയമ്മയുടെ പ്രകൃതിയാണ് മഹോത്സവം അതിഭംഗിയായി ആർഭാടമായി നടത്തിപ്പിക്കുവാൻ ജഗദംബിക അനുഗ്രഹ വർഷങ്ങൾ വാരിക്കോരി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമന്തളി ഏഴിമലയും അറബിക്കടലും മൂന്ന് ഭാഗവും പുഴകളും അതിരുകൾ തീർക്കുന്ന ദൃശ്യവിസ്മയത്തിന്റെ ദ്വീപ് രാമന്തളി. രാമന്തളി രാമഘടമൂഷികന്റെ നാട് എന്ന് ചരിത്രം. രാമരാവണ യുദ്ധകാലത്ത് ഹനുമാൻ കൈലാസശൈലത്തിലെ വൃഷഭാദ്രി അടർത്തിയെടുത്ത് ലങ്കയിലേക്ക് കുതിക്കുമ്പോൾ അടർന്നു വീണ സപ്തശൈല ഖണ്ഡങ്ങളായ ഏഴിമലയുടെ നാട് എന്ന ഐതിഹ്യം. ഭാവിയിൽ കണ്ണൂരിലെ നേവൽ അക്കാദമിയുടെ ആസ്ഥാനം എന്നറിയപ്പെടുവാൻ പോകുന്ന നാട് രാമന്തളി. പഴുക്കടക്കയിൽ അനുഷ്ഠാനത്തിന്റെ ദൃശ്യചാരുതയൊരുക്കുന്ന താവുരിയാടും ജുമാ മസ്ജിദും ലൂർദ്മാതാ ചർച്ചും കണ്ണങ്ങാടും കന്നിക്കരക്കാവും നരയങ്കണ്ണൂരും തുടങ്ങിയ നിരവധി ആരാധനാലയങ്ങൾ മതവിശ്വാസത്തിനും മേലെയുള്ള സാഹോദര്യത്തിന്റെ ചിഹ്നങ്ങളായി ഇവിടെ നിലകൊള്ളുന്നു. അതിനും മേലെ ഈ ജനതയുടെ വിശ്വാസത്തിന്റെ നിറുകയിൽ ഒരു വടവൃക്ഷം പോലെ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം. മനം നൊന്ത് വിളിക്കുന്നവർക്ക് ഇഷ്ടസന്താന വരം നൽകുന്നു ഈ ദേശത്തിന്റെ തന്നെ അധിപനായ ശ്രീ ശങ്കരനാരായണൻ. തക്ബീർ വിളികളും നാരായണ സ്തുതിയും ഇടകലർന്നുയരുന്ന വിശ്വാസത്തിന്റെ സംഗീതം ഇവിടെ എന്നും ഒരുമിച്ചുയരും. ആശ്വാസത്തിന്റെ കുളിർത്തനലായി അത് രാമന്തളി ജനതയുടെ മനതാരിലേക്ക് ഒഴുകിയെത്തും. എല്ലാ ജാതി സമൂഹങ്ങളും അവരവരുടെ കുലദേവതമാരെ കാവുകളിലും കഴകങ്ങളിലും കണ്ണങ്ങാടുകളിലും മറ്റുമായി കുടിയിരുത്തി ആരാധിച്ചു പോരുന്നു.
അത്തരം നിരവധി ആരാധനാലയങ്ങൾ രാമന്തളിയിൽ വിളിപ്പാടകലത്തിൽ സഹവർത്തിക്കുന്നു. ഇതിൽ വാണിയ സമുദായത്തിന്റെ കുലദേവതയായ ശ്രീ മുച്ചിലോട്ട് ഭഗവതി പരിലസിക്കുന്ന പവിത്ര സങ്കേതമാണ് രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. എണ്ണയാട്ട് കുലത്തൊഴിലായി സ്വീകരിച്ചവരായിരുന്നു വാണിയർ. തമിഴകത്ത് നിന്ന് വന്നു ചേർന്ന വണിക് സമുദായത്തിന്റെ പിന്മുറക്കാരായിരുന്ന ഇവരായിരുന്നു കാവുകളിലും തറവാടുകളിലും അന്തിത്തിരി കൊളുത്തുവാനുള്ള എള്ളെണ്ണ എത്തിച്ചു കൊടുത്തിരുന്നത്. പണ്ട് രാമന്തളിയിൽ വാണിയ സമുദായ അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ എണ്ണയളക്കാൻ വാണിയനില്ലാത്തതിനാൽ കോടിയത്ത് തറവാട്ടുകാർ പുറമേ നിന്ന് ഒരു വാണിയനെ ദത്തെടുത്തു. ആ സമുദായാംഗം കാലുവര എടുത്തിരുന്നത് കുഞ്ഞിമംഗലം പുറത്തെരുവത്ത് ശ്രീ മുച്ചിലോട്ടുകാവിലായിരുന്നു. ഒരിക്കൽ കാലുവര കൃത്യമായി എത്തിക്കാൻ കഴിയാതെ പോയി. ഇതിൽ ക്ഷുഭിതരായ ക്ഷേത്രം ഭാരവാഹികൾ കാലുവര മടക്കി. കൊണ്ടുപോയ അരിയും ഇളനീരും സ്വീകരിക്കാതെ വന്നതിനാൽ ദുഃഖിതനും നിരാശനുമായ അയാൾ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെത്തി ദേവനെ തൊഴുത് സങ്കടം ബോധിപ്പിച്ചു. ദുഃഖിതനായി മടങ്ങിയ വാണിയന്റെ കൂടെ ദേവിയുമുണ്ടായിരുന്നു. ഈ സമയം ക്ഷേത്രത്തിലുണ്ടായിരുന്ന കൊടക്കലച്ചന് നിയോഗമുണ്ടാവുകയും ഈ സ്ഥലത്ത് മുമ്പുണ്ടായിരുന്ന മഠത്തിലെത്തി ശൂലം കൊണ്ട് വരച്ചു കൊടുക്കുകയും കാലാന്തരത്തിൽ ഇവിടെ ഇന്ന് കാണുന്ന ക്ഷേത്രം ഉയർന്നു വന്നെന്നുമാണ് നാട്ടറിവ്. അങ്ങനെ കോടിയത്ത് തറവാട്ടുകാർക്ക് കോയ്മ സ്ഥാനവും ക്ഷേത്രത്തിനായി സ്ഥലം ദാനം ചെയ്ത കോയിത്തട്ട വീട്ടുകാർക്ക് മെയ്യാൽ അവകാശവും വന്നു ചേർന്നു. വർഷങ്ങൾക്കു ശേഷം കോയിത്തട്ട വീട്ടുകാർ അവരുടെ മെയ്യാൽ സ്ഥാനം കാട്ടൂർ വീട്ടുകാർക്ക് ദാനം ചെയ്തു. ആണ്ടോടാണ്ട് കൂടുമ്പോഴോ മൂവാണ്ടിലൊരിക്കലോ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകാൻ കാവിൻമുറ്റത്ത് ദൈവം ഉറഞ്ഞാടിയെത്തുന്ന ആഘോഷത്തെയാണ് കളിയാട്ടം എന്ന് വിളിക്കുന്നത്. എന്നാൽ 10-15 വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന പെരുമയുടെ കൂട്ടായ്മയാണ് പെരുങ്കളിയാട്ടം. ആൾപ്പെരുമ, ആചാരപ്പെരുമ, അനുഷ്ഠാനപ്പെരുമ, ആഘോഷപ്പെരുമ, ആഹാരപ്പെരുമ എന്നീ പെരുമകളുടെ കൂട്ടായ്മയായാണ് പെരുങ്കളിയാട്ടം വരുന്നത്. ജനങ്ങളുടെ കൂട്ടായ്മയില്ലാതെ പെരുങ്കളിയാട്ടം നടക്കുക പ്രയാസകരമാണ്. 1987 രാമന്തളി മുച്ചിലോട്ട് അവസാനമായി പെരുങ്കളിയാട്ടം നടന്നത്. അതിനു മുമ്പും കളിയാട്ടങ്ങൾ ഏറെ കഴിഞ്ഞു കാണും. സുവനീറുകളോ ചിത്രീകരണ സംവിധാനങ്ങളോ ഇല്ലാത്ത കാലത്തായിരുന്നതിനാൽ അവയെക്കുറിച്ച് പറയാൻ നമുക്ക് വ്യക്തമായ രേഖകളൊന്നുമില്ല. എങ്കിലും തന്റെ അറിവിൽ ഇത് 4ാമത്തെ കളിയാട്ടമാണെന്ന് പഴയ തലമുറയിലെ ശ്രീ മുച്ചിലോട് ഭണ്ഡാരപുരിയിൽ കണ്ണൻ ഓർക്കുന്നു. എൻ്റെ ഇതിൽ 3 കഴിഞ്ഞു, 4ാമത്തെ കളിയാട്ടായത്. അത് ഭംഗിയായിട്ട് തമ്പൂരാട്ടി കഴിക്കണം. നിരവധി ആചാരാനുഷ്ഠാനങ്ങളോടെയും മനുഷ്യപ്രയത്നങ്ങളിലൂടെയും പൂർണ്ണത വരേണ്ട പെരുങ്കളിയാട്ട ചടങ്ങുകളുടെ ആദ്യ സംരംഭമായ ഫണ്ട് പിരിവ്. ഏകദേശം 30 ലക്ഷം രൂപ ചെലവ് കണക്കാക്കുന്ന പെരുങ്കളിയാട്ട നിധിയിലേക്കുള്ള ആദ്യ തുക കോയ്മ ശ്രീ KK നാരായണ പൊതുവാൾ നൽകുകയും തുടർന്ന് KV രാമചന്ദ്രൻ, ഉത്രാടം ചന്ദ്രൻ, KP ജാനകിയമ്മ, KP ദിവാകരൻ, KK കാർത്തിയായനി, കിഴക്കിനി സജിത്ത്, PC കുഞ്ഞിരാമൻ ചെറുപുഴ, K രവീന്ദ്രൻ, K കരുണാകരൻ, PV ഗോവിന്ദൻ പയ്യന്നൂർ എന്നിവരും മനസ്സറിഞ്ഞു നൽകിയ കാണിക്കകൾ പെരുങ്കളിയാട്ട നിധിയിലേക്കുള്ള ആദ്യ മുതൽക്കൂട്ടുകളായി. ഇരുപത്തിയൊന്ന് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് ആൾബലവും ആസ്തിബലവും വേണം. ഇതിന്റെ ആദ്യപടിയായി 1182 മീനമാസം 4-ാം തീയതി ക്ഷേത്രസന്നിധിയിൽ വെച്ച് ശ്രീ KC കൃഷ്ണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ വെച്ച്
ആഘോഷ കമ്മിറ്റി ചെയർമാനായി ഇപ്പോഴത്തെ മൂത്ത കോയ്മ ശ്രീ KK നാരായണ പൊതുവാളെ ചെയർമാനായും വർക്കിംഗ് ചെയർമാനായി ശ്രീ KV രാമചന്ദ്രനെയും K രവീന്ദ്രൻ, K കരുണാകരൻ മാസ്റ്റർ എന്നിവരെ ജനറൽ കൺവീനർമാരുമായും ശ്രീ PV രാമചന്ദ്രനെ ട്രഷററായും K കൃഷ്ണൻ മാസ്റ്റർ, KV സുരേന്ദ്രൻ, PV കൃഷ്ണൻ, PV കുഞ്ഞപ്പൻ എന്നിവരെ കൺവീനർമാരുമായുള്ള 751 അംഗ കമ്മിറ്റിയെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. നീണ്ട 21 വർഷങ്ങൾക്ക് ശേഷം നാടും നാട്ടുകൂട്ടവും ഉണരുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും അതിരുവരമ്പുകൾക്കപ്പുറത്ത് മാനവ സൗഹൃദത്തിന്റെ മഹനീയ മാതൃക വിരചിക്കാൻ ഗ്രാമം ഒരുങ്ങുകയായി. 1183 ധനുമാസം 23 മുതൽ 26 വരെ 4 രാപ്പകലുകൾ. ഗ്രാമവാസികൾക്ക് വിശ്രാന്തിയില്ലാത്ത അസുലഭമായ ആനന്ദത്തിന്റെ അപൂർവ മുഹൂർത്തങ്ങൾ. കാവുണർന്നു കാവിലകത്തെ നെയ്ത്തിരികൾ തമ്പുരാട്ടിയുടെ കാരുണ്യപ്രഭയുടെ പ്രവാഹമായി. കാവിൻമുറ്റത്ത് തടിച്ചുകൂടിയ ഭക്തന്മാരുടെ നെഞ്ചകങ്ങളിൽ തമ്പുരാട്ടിയുടെ തൃക്കല്യാണ മുഹൂർത്തം തെളിഞ്ഞു. 21 കാത്തിരിപ്പിന് പരിസമാപ്തി കുറിക്കുന്ന കളിയാട്ടമേൽപ്പിക്കൽ ഈ തിരുനടയിൽ അരങ്ങേറുകയാണ്. കുളിച്ചുവന്ന് പട്ടും പണ്ടങ്ങളും മെയ്യണിഞ്ഞ കോമരങ്ങൾക്ക് ദർശനമുണ്ടായി. വാളേന്തിയ ദൈവപ്രതിപുരുഷന്മാർ വെള്ളോട്ട് ചിലമ്പൊരിയുമായി കൈവിളക്കിലെ ദേവീജ്വാലയിൽ നെഞ്ചു ചേർത്ത് വരദായിനിയായ ഭുവനേശ്വരിയെ ഇംഗിതമറിയിച്ചു. മുഹൂർത്തമായി. ഭണ്ഡാരം പൊലിഞ്ഞു. വെള്ളോട്ട് തളികയിൽ കനകക്കിഴിയുമായി അന്തിത്തിരിയനും സ്ഥാനികരുമൊരുങ്ങി. മുച്ചിലോട്ട് ഭഗവതിയുടെ കോമരം മുന്നോട്ട് വന്നു. തൃക്കല്യാണം കുറിച്ച മുഹൂർത്തത്തിൽ തന്നെ തിരുനടയിൽ തിരുമുടി നിവരാൻ വിധിയോഗം വന്നു ചേരണം. പള്ളിയറയും വെള്ളിശ്രീപീഠവും ആദ്യമായി ഒരുക്കാൻ മുന്നോട്ട് വന്ന കോടിയത്ത് കാരണവരുടെ പിന്മുറക്കാരൻ ശ്രീ KK രാമകൃഷ്ണ പൊതുവാൾ കനകക്കിഴി ഏറ്റുവാങ്ങി. പെരുങ്കളിയാട്ടത്തിന്റെ സമ്പത്ത് സൂക്ഷിപ്പുകാരൻ ക്ഷേത്രം സെക്രട്ടറി K രവീന്ദ്രൻ ഭക്തിപുരസ്സരം ആ കിഴി കൈയേറ്റു. ഇനി ആഹ്ലാദത്തിന്റെ നാളുകൾ, വിശ്രമമില്ലാത്ത ഒരുക്കങ്ങളുടെ രാപ്പകലുകൾ. തൊഴുത്തുനിന്ന കൈകളിൽ ഐശ്വര്യപ്രതീകമായ കനകപ്പൊടി വഴക്കം ചെയ്യുന്ന കോമരങ്ങൾ. 100 മനസ്സുകൾ ഉള്ളുനൊന്തു വിളിച്ചു, എന്റെ തമ്പുരാട്ടി എല്ലാം നേരുപോലെ നടത്തിത്തരണേ. രാമന്തളി മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ കളിയാട്ടം എല്ലാ ഭാവുകാശംസകളും ഞാൻ നേർന്നുകൊണ്ടുന്നു. ഇത് 105 ആദ്യത്തെ കളിയാട്ടം, ഇത് 4ാമത്തെ കളിയാട്ടം വരെ ഞാൻ ജീവിച്ചു. ഇതിന് പോകാൻ വളരെ വിഷമസ്ഥിതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് ആ ദേവി എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്കും തന്നി ആ ക്ഷേത്രത്തിലെ ഉത്സവം ഭംഗിയായി നടത്തിത്തരുവാൻ ഞാൻ ആ ദേവിയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊള്ളുന്നു. ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം 1183 വൃശ്ചികം 16 ശ്രീ KV രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് ഡോക്ടർ V മോഹനൻ നിർവഹിച്ചു. നിരവധി പൗരപ്രമുഖരും തദ്ദേശവാസികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
കാവിലേക്ക് മുൻകൂട്ടി ശേഖരിച്ച നെല്ല് സമുദായത്തിലെ സ്ത്രീകൾക്ക് അളന്നുകൊടുക്കുന്ന ചടങ്ങാണ് കൂവമളക്കൽ. ഊഴക്കാർക്ക് അളന്നുകൊടുക്കുന്നതാണ് കൂവം അളക്കലായി അറിയപ്പെട്ടത്. കാവിലെ കാരണവരോ സ്ഥാനികരോ പറവെച്ച് അളന്നാണ് നെല്ല് നൽകുന്നത്. ഈ നെല്ല് ദേഹശുദ്ധിയോടെ മനഃശുദ്ധിയോടെ ഭക്തിപൂർവം ഉരലിലിട്ട് കുത്തി ഇവർ അരിയാക്കി മാറ്റുന്നു. ഈ അരി നിശ്ചിത നാളിൽ തന്നെ കാവിലേക്കെത്തിക്കണമെന്നാണ് ചിട്ട. ഈ പ്രവൃത്തി മോക്ഷദായകമായ ഒരു വ്രതമായാണ് സ്ത്രീകൾ കരുതി വരുന്നത്. അന്നപൂർണേശ്വരി കൂടിയായ തമ്പുരാട്ടിക്ക് അന്നഹേതുകമായ അരി കാണിക്ക വയ്ക്കുവാൻ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണത്രേ. തിരിതെളിഞ്ഞ പള്ളിയറയിൽ നിന്നും പട്ടും പള്ളിവാളും അരമണിയുമണിഞ്ഞ കോമരങ്ങൾ അരങ്ങിലിറങ്ങി. വെള്ളോട്ട് ചിലമ്പിനൊപ്പം ആഹ്ലാദാരവങ്ങൾ ഉയർന്നു. കോയ്മമാരും സ്ഥാനികരും കന്നിരാശിയിലെ കൈലാസക്കല്ലിന് ചുറ്റും നിരന്നു നിന്നു. കൈലാസക്കല്ല്, ഇവിടെയാണല്ലോ തമ്പുരാട്ടിയമ്മ ഒറ്റത്തണ്ടേൻ തേരിറങ്ങി വന്നത്. തമ്മപ്പനായ ശ്രീ പരമേശ്വരൻ നൽകിയ ചുവപ്പിലിട്ട കൂറയും ചേടകവാളുമായി ഒരു ഞായറാഴ്ച നട്ടുച്ച നേരത്താണ് പെരിഞ്ചല്ലൂരിലെ കൈലാസക്കല്ലിൽ തേരിറങ്ങിയത്. ആ സങ്കല്പത്തിലുള്ള കൈലാസക്കല്ലാണിത്. തളികയിൽ ചുവപ്പ് കൂറ, അക്ഷതങ്ങൾ, കോമരങ്ങൾ നിയോഗം കൊണ്ട് കനകപ്പൊടി കൈലാസക്കല്ലിൽ നുള്ളിയെറിഞ്ഞ് മൂന്നൊരു വലം വെച്ചു. ആനന്ദാരവം ഉയർത്തിക്കൊണ്ട് ഭക്തന്മാർ തൊഴുത്തുനിന്നു. നിലംപണി മുഹൂർത്തം. കൈലാസക്കല്ലിന്റെ കന്നിക്കോണിൽ മുച്ചിലോട്ട് ഭഗവതി കോമരം ആദ്യം കുങ്കോട്ട് താഴ്ത്തി. നിലംപണി തുടങ്ങി. പിന്നെ ഓരോ കോമരവും. കിളച്ചിട്ട മണ്ണ് തുമ്പോട്ടി കൊണ്ട് അടിച്ചുറപ്പിക്കാനും തമ്പുരാട്ടിയുടെ കോമരമാണ് ആദ്യം ഒരുങ്ങേണ്ടത്. തുടർന്ന് മറ്റ് ദേവപ്രതിപുരുഷന്മാർ. ശേഷം
നൂറുകണക്കിന് ബാല്യക്കാർ കാവിലെ മുറ്റം മുൾക്കാട് കളഞ്ഞ് ചെത്തിയടിച്ച് ചാണകം മെഴുകി ഉറപ്പിക്കും. തമ്പുരാട്ടിക്കും സഹദേവതമാർക്കും ഉറഞ്ഞാടാനുള്ള നിലമാണിത്. തുടർന്ന് ഭക്തജനങ്ങൾക്ക് വിഭവസമൃദ്ധമായ സദ്യ. അകളങ്കമായ ഭക്തിയുടെ അത്യുദാത്തമായ സത്ഫലമായാണ് കന്നിക്കലവറയെ കണക്കാക്കി പോരുന്നത്. തമ്പുരാട്ടിയുടെ തൃക്കല്യാണത്തിന് കൂടുന്ന ഭക്തന്മാർക്ക് മുഴുവൻ അന്നദാനം ചെയ്യാൻ കോരിയാൽ തീരാത്ത ചോറ്റുവല്ലമുണ്ടാകണം. ആയിരങ്ങൾ കഴിച്ചാലും അരച്ചെമ്പ് നിറയെ ചോറും കറിയും ബാക്കിയാകണം. വന്നോരു കുഞ്ഞുകുട്ടി കിടാങ്ങൾക്ക് പശി അകറ്റുവാൻ അന്നം കിട്ടിയില്ലെന്ന പരിഭവത്തിനിടയാകരുത്. തമ്പുരാട്ടിയുടെ ഇംഗിതമറിഞ്ഞ് പ്രാശ്നികൻ വിധിച്ച രാശിയിൽ ശുഭമുഹൂർത്തത്തിൽ വേണം കന്നിക്കലവറ ഒരുങ്ങാൻ. പെരുന്തച്ഛൻ രാശിയിൽ തെളിഞ്ഞ കോണിൽ കന്യയായ തമ്പുരാട്ടിയുടെ തൃക്കല്യാണത്തിന് കന്നിക്കലവറയ്ക്ക് കുറ്റിയടിച്ചു. ഇവിടെയാണ് സൂര്യകിരണമേൽക്കാത്ത കലവറ തീർക്കേണ്ടത്. സ്ഥാനികരും മേൽക്കോയ്മക്കാരും അന്തിത്തിരിയനും ഭക്തജനങ്ങളും ഭക്തിപൂർവം തൊഴുതു നിൽക്കെ വൃശ്ചികം 19 തീയതി ക്ഷേത്രം വിശ്വകർമ്മൻ കന്നിക്കലവറയ്ക്ക് കുറ്റിയടിച്ചു. കലവറ, കന്നിക്കലവറ, അന്നദാനപ്പന്തൽ, നാലില്ലപ്പന്തൽ എന്നിവയ്ക്കെല്ലാം ആവശ്യമായ തൂണുകളും വാതിലുകളും മറ്റും നിർമ്മിക്കേണ്ടത് പുതിയ പാലമരം കൊണ്ടാണ്. പാലുള്ള പാലമരത്തെ പരമപവിത്രമായാണ് ഭക്തന്മാർ പരിഗണിക്കുന്നത്. അതിനാൽ അത് മുറിച്ചെടുക്കാൻ പോകുന്നതും നിലം തൊടുവിക്കാതെ കൊണ്ടുവരുന്നതും ഭക്തിമയമായ ചടങ്ങുകളോടെയാണ്. മഞ്ഞിൽ കുളിച്ച് വ്രതം നോറ്റിരുന്ന പാലമരക്കന്നി, വൃക്ഷത്തിന് പ്രദക്ഷിണം വെച്ച് മഞ്ഞൾ കുറി തൂവുന്ന കോമരം, സമ്മതഭാവേന തലയാട്ടുന്ന പാലമരത്തിന്റെ കടക്കിൽ മഴുവിന്റെ തിളക്കം. ഇനി മുച്ചിലോട്ട് കാവിലെ ഉരുപ്പടികളെല്ലാം താൻ പാലൊഴുക്കി പുഞ്ചിരി തൂവുന്ന ശാഖകൾ. ബാല്യക്കാരുടെ ചുമലേറി കാവിൻ മുറ്റത്തേക്ക്. മതിലകമരും ദേവി ആദിപരാമൃത വിലാസിനി, സ്ഥൂലമതിലകമരും ദേവി ആദിപരാമൃത വിലാസിനി, ഹിതമായി നടയിൽ നീ നിറയുമ്പോൾ കളിയാട്ടത്താളങ്ങൾ മുറുകിടുമ്പോൾ നിന്റെ മാ
സുദിനമായി. സ്ഥൂലമതിലകമരും ദേവി ആദിപരാമൃത വിലാസിനി വിലാസിനി വിലാസിനി. തിരിവെച്ചു കൊളുത്തി നീ വാങ്ങി നിൻ തിരുമാംഗല്യക്കുറിമാനം. കൊടിയിലെ തിരിവെച്ചു കൊളുത്തി നീ വാങ്ങി നിൻ തിരുമാംഗല്യക്കുറിമാനം. കുന്നില്ലിൻ പൊന്മണി കൂവമായളന്നും കുറിയിട്ടു പാലമുറിച്ചും. കുന്നില്ലിൻ പൊന്മണി കൂവമായളന്നും കുറിയിട്ടു പാലമുറിച്ചും. നിലം പണിയാൽ മെഴുകി നിൻ തിരുവരങ്ങൾ. സ്ഥൂലമതിലകമരും ദേവി ആദിപരാമൃത വിലാസിനി വിലാസിനി വിലാസിനി. നടനമൊരുജ്വല തേന്മഴയാക്കാൻ കളങ്ങളിൽ പൊന്നും പൂവിതളും. നടനമൊരുജ്വല തേന്മഴയാക്കാൻ കളങ്ങളിൽ പൊന്നും പൂവിതളും. എഴുന്നള്ളി ഘോഷമായി ദീപവും തിരിയും ശങ്കരനാരായണ സ്മൃതിയിൽ. എഴുന്നള്ളി ഘോഷമായി ദീപവും തിരിയും ശങ്കരനാരായണ സ്മൃതിയിൽ. കലവറയിൽ നിലവിളക്കെരിയുകയാണ്. സ്ഥൂലമതിലകമരും ദേവി ആദിപരാമൃത വിലാസിനി വിലാസിനി. ഹിതമായി ഹിതമായി നടയിൽ നീ നിറയുമ്പോൾ കളിയാട്ട താളങ്ങൾ മുറുകിടുമ്പോൾ നിന്റെ മാംഗല്യ സുദിനമായി. സ്ഥൂലമതിലകമരും ദേവി ആദിപരാമൃത വിലാസിനി 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 വിലാസിനി. ശാസ്ത്രങ്ങളിൽ
പ്രായമൂത്ത പണ്ഡിതർ ശരം തൊടുത്തു. മുറിവേറ്റ മനസ്സുമായി പടിയിറങ്ങി. ഇടറും മനമോടെ നിറയും മിഴിയോടെ, ഇടറും മനമോടെ നിറയും മിഴിയോടെ, താതന്റെ തിരുമുന്നിൽ തളർന്നു നിന്നു. മണിയാട്ട് മനയിലെ മണിവിളക്കേ, പെരിഞ്ചല്ലൂർ നാടിന്റെ ശ്രീവിളക്കേ. മുൻജന്മ കഥയുടെ പൊരുളറിഞ്ഞു. തമ്പുരാട്ടിയുടെ തൃക്കല്യാണം അറിയിക്കാൻ ഗ്രാമത്തറവാടുകൾ തോറും സന്ദർശനം നടത്തുന്ന ചടങ്ങാണ് എഴുന്നള്ളത്ത്. ഗ്രാമ്യരീതിയിൽ ഇത് ഏളത്ത് എന്നറിയപ്പെടുന്നു. വൃശ്ചികം 21 മുതൽ 10 ദിവസമായിരുന്നു ഏളത്ത് പിടിച്ചത്. സാധാരണയായി പൂരക്കാലത്ത് ഏളത്ത് പിടിക്കാറുണ്ട്. എന്നാൽ ഇത് തൃക്കല്യാണ പൊലിമ അറിയിക്കാനുള്ള വിശേഷാൽ ഏളത്താണ്. ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരായ കോമരങ്ങൾ വെള്ളക്കുമേൽ പട്ടുടുത്ത് അരമണി കെട്ടി നെറ്റിപ്പട്ടവും തോൾവളയും കടകവുമിട്ട് വെള്ളോട്ട് ചിലമ്പ് കിലുങ്ങുമാറ് അരങ്ങിലിറങ്ങി നടയിൽ നിന്നിറങ്ങുകയാണ്. തൃക്കൈക്കുട ഉയർന്നു, കൈവിളക്കുകൾ തെളിഞ്ഞു. കാട്ടൂർ തറവാട്ടുകാരൻ ആചാരചിഹ്നങ്ങളുമായി മുന്നിലിറങ്ങി. അന്തിത്തിരിയനും സ്ഥാനികരും ആചാരക്കാരും ബാല്യക്കാരുമെല്ലാം കോമരങ്ങൾക്കൊപ്പം യാത്രയായി. ആദ്യം കൈവണങ്ങേണ്ടത് ശങ്കരനാരായണ സ്വാമിയെയാണ്. ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ ദേശാധിപത്യം കയ്യാളി നാടിനും നാട്ടുകൂട്ടത്തിനും അഭയം നൽകിയ ശ്രീ മഹാദേവൻ കുടികൊള്ളുന്ന മഹാക്ഷേത്രം. ഈ അമ്മോൻ മനം കനിഞ്ഞു നൽകേണ്ടതാണ് തൃക്കല്യാണ സാമഗ്രികൾ മുഴുവൻ. മഹാദേവന്റെ തിരുനടയിൽ തൊഴുതു നിൽക്കുന്ന കോമരങ്ങൾ, അനുഗ്രഹമുദ്രയായ പ്രസാദം ഇലക്കീരിലാക്കി കൈനീട്ടി നിൽക്കുന്ന തന്ത്രി, പ്രസാദമണിയുന്ന കോമരങ്ങൾ. അമ്മോനെ വലം വെച്ച് കൈവിളക്കും ചിലമ്പൊലിയും ആരവങ്ങളുമായി കോമരങ്ങൾ തിരുവമ്പാടി കൃഷ്ണനെയും നമിച്ചു വലം വെച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദുർഗാക്ഷേത്രത്തിലേക്ക്. പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീ ദുർഗാക്ഷേത്രത്തിൽ വണങ്ങി നേരെ കോയ്മസ്ഥാനത്തുള്ള കോടിയത്ത് തറവാട്ടിലേക്കും തുടർന്ന് മൂപ്പടിസ്ഥാനത്തിൽ ഗ്രാമത്തറവാടുകളിലേക്കും എഴുന്നള്ളുന്നു. ഏളത്തുവേളയിൽ ലഭിക്കുന്ന കാണിക്കകൾ തൃക്കല്യാണം നടത്താനുള്ള വകയിലേക്കാണ് മുതൽ കൂട്ടുന്നത്.
കളിയാട്ട ചടങ്ങുകൾ മതിയായ വാർത്താ പ്രാധാന്യത്തോടെ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പയ്യന്നൂർ ഹോട്ടൽ ടോപ്പ് ഫോമിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് മഹമ്മൂദ് ഹാജി, ടി ഐ മധുസൂദനൻ, എം കെ രാഘവൻ, നമ്മുടെ പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് അമ്മ ഡിജിറ്റൽ ക്രിയേഷൻസ് പയ്യന്നൂരിൻ്റെ ബാനറിൽ നിത്യകന്യക എന്ന ഓഡിയോ കാസറ്റ് പ്രകാശന കർമ്മം നടക്കുകയാണ്. ഈ ചടങ്ങിലൂടെ എത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. കളിയാട്ട ചടങ്ങുകൾക്ക് മുന്നോടിയായി അമ്മ ഡിജിറ്റൽ ക്രിയേഷൻസ് പുറത്തിറക്കിയ നിത്യകന്യക എന്ന ഓഡിയോ കാസറ്റിന്റെ പ്രകാശനം ശ്രീ കെ പി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ക്ഷേത്രനടയിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് ക്ഷേത്രം അന്തിത്തിരിയനിൽ നിന്നും ശ്രീ ഉത്രാടം ചന്ദ്രൻ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ചെക്കി നിനക്കൊരു സൗഭാഗ്യം വീണ്ടും, ചെക്കി നിനക്കൊരു സൗഭാഗ്യം. ഇന്ന് വരച്ചുവെക്കൽ 1183 ധനു 15. ഭുവനേശ്വരിയും അന്നപൂർണേശ്വരിയുമായ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയെ പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തുന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങാണ് വരച്ചുവെക്കൽ. പെരുങ്കളിയാട്ടത്തിന്റെ അതിപ്രധാന മുഹൂർത്തം. കോലക്കാരൻ ആരെന്നറിയാനുള്ള ആയിരങ്ങളുടെ ആകാംക്ഷയ്ക്ക് അറുതി വരുന്ന നിമിഷം. നാനാദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ജനാവലി, പ്രധാന കാവുകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട് വന്നു ചേർന്ന സ്ഥാനികന്മാർ, കോലം കെട്ടാൻ അവകാശമുള്ള വണ്ണാൽ സമുദായത്തിലെ പദവി നേടിയ കർമ്മികൾ. കാവും പരിസരവും ജനനിബിഡമാണ്. നടയിൽ ഇരുപുറവും ഭക്തന്മാർ തൊഴുതുനിന്നു. ഇടവില ലോകത്തെ ചെറുമനുഷ്യന് വിനകളകറ്റി വിജയം കൊടുക്കുവാനും ഉടുക്കുന്ന തുകിലിനും കുടിക്കുന്ന കഞ്ഞിക്കും ഊനം കൂടാതെ തക്കവണ്ണം കാത്തുപോന്ന തമ്പുരാട്ടിയുടെ തൃക്കല്യാണം ഓർമ്മയിൽ തെളിയുന്നു. തിരുനടയിൽ പെരുംകണിയാൻ കൈതൊഴുതു. 12 രാശിചക്രം തെളിഞ്ഞ രാശിപ്പലകി ഒരുങ്ങി തിരുനടയിൽ കളം വരഞ്ഞു. ദേശപ്പെരുമ നേടിയ ജ്യോതിഷ പണ്ഡിതർ മറുപുറത്ത് നിരന്നു നിന്നു. വിഘ്നേശ്വരനുള്ള നിവേദ്യം, അവലും മലരും തേങ്ങയും നിറഞ്ഞു കത്തുന്ന നിലവിളക്ക്, കോമരങ്ങളുടെ ദൈവീക സാന്നിധ്യം. അന്ത്യത്തിരിയൻ രാശിചക്രം വലം വെച്ച് തണ്ടുല കുസുമാദികൾ കളത്തിൽ ചുരിഞ്ഞു. പെരുങ്കണിയാൻ ശകുനം നോക്കുന്നു. ഉണക്കലരിയോടൊപ്പം ചൊരിഞ്ഞ സ്വർണത്തിന്റെ കിടപ്പ് നോക്കി വേണം ഫലം പ്രവചിക്കാൻ. കൈതൊടാതെ അരിമണികൾ ഊതി മാറ്റിയിട്ട് വേണം സ്വർണം കണ്ടറിയാൻ. മലർന്നു കിടക്കുന്ന സ്വർണം ശുഭസൂചകം. ഇനി കവിടിയിൽ തെളിയണം കോലക്കാരനെ. ധനുരാശിയാണ്. അപ്പൊ ആരുടെ രാശി? ധനു. ആ രാശിക്ക് ലഗ്നത്തിൽ ആദിത്യന്റെയും മൂന്നില് രാഹു, 6 മുരുകൻ, 7 ചൊവ്വ, 9 ശനി, 10 ചന്ദ്രൻ, 12 ശുക്രൻ. ഇങ്ങനെയാണ് ആരുടെ രാശിയുടെ സ്ഥിതിയുള്ളത്. അപ്പൊ സ്വർണം പുഷ്പാക്ഷരങ്ങളുടെ മധ്യഗണത്തിൽ കവികളുള്ളത് അതിൽ പല പല ഉദയരാശിക്കും ചക്രരാശിക്കും വളരെയധികം അനുകൂലമായിട്ടുള്ള രാശിയാണ്.
മീനരാശി പ്രശ്നം ഗുളികൻ 4 ചൊവ്വ 5 6 ശനി കേതു 7 ചന്ദ്രൻ 10 ശുഭവർദ്ധനേജ ഈയം ഗുരു ലക്ഷം ദോഷണം ദേവേന്ദ്രപൂജ കേരളം പ്രാപ്തോ നിത്യബന്ധീതാർത്ഥം ഇവർക്കുവേണ്ടി 4 ഭാവാദിത്യം വഹിച്ച് കർമ്മഭാവത്തിൽ ഉദിച്ചു പിന്നെ ഗുളികന്മായി പേരുകൾ മാറി മാറി ഷൈജു പെരുവണ്ണാന്റെ പേരുയർന്നു. കർമ്മസ്ഥാനത്ത് ശുക്രൻ വ്യാഴചന്ദ്രന്മാർ. ആദിത്യൻ ബലവാൻ. ജ്യോതിഷ സമൂഹം ഉറപ്പിച്ചു. മുച്ചിലോട്ട് തമ്പുരാട്ടിയുടെ തിരുമുടി ചൂടാൻ ഭാഗ്യോദയമുണ്ടായ തെയ്യക്കാരൻ. അതെ. കോമരങ്ങൾ കോലക്കാരനെ മഞ്ഞൾ കുറിയിട്ട് അനുഗ്രഹിച്ചു. ഇനി നേരെ ഉച്ചിലിലേക്ക്. കോലക്കാരനിനി കളിയാട്ടം കഴിയുവോളം ഈ അണിയറയിൽ വ്രതമിരിക്കണം. കാവിന്റെ കന്നിമൂലയിൽ ഒരുക്കുന്ന ഈ അണിയറയ്ക്ക് കുച്ചിൽ എന്നാണ് പേര്. കോലം ധരിക്കാൻ ആത്മബലം നേടാനുള്ള വ്രതം. കാവിൽ തയ്യാറാക്കുന്ന തിനക്കഞ്ഞി മാത്രം കുടിച്ച് ഭഗവതീസ്തവം ഉരുവിട്ടുകൊണ്ട് ഉച്ചിലിൽ വ്രതമിരിക്കുന്ന തെയ്യക്കാരൻ തെയ്യാട്ടം കഴിഞ്ഞാലേ കാവുവട്ടം കടക്കാവൂ. ഒരർത്ഥത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന തെയ്യക്കാരന്റെ വ്രതമിരിപ്പിനെയാണ് വരച്ചിരിക്കൽ എന്ന് പറയുന്നത്. മുച്ചിലോട്ട് ഭഗവതിക്ക് പുതിയ പീഠം തീർക്കാനും തിരുമുടി നിവരുന്ന നേരം കോമരങ്ങൾക്കും ബാല്യക്കാർക്കും അഗ്നിപ്രവേശനത്തിനുള്ള മേലേരി ഒരുക്കാനും പിലാവുമരം മുറിച്ചുകൊണ്ടുവരുന്ന പവിത്രമായ ചടങ്ങാണ് നാൾമരം മുറിക്കൽ. മുച്ചിലോട്ട് കാവിൽ നിന്ന് സ്ഥാനികരും ക്ഷേത്രേശന്മാരും അന്തിത്തിരിയനും കോമരങ്ങളും മുഹൂർത്തം നോക്കിയാണ് പുറപ്പെടുക. ദേശപ്പെരുന്തച്ചൻ കൂടെയുണ്ടാകും. പ്ലാവിനു കുറിയിട്ട് വലം വെച്ച് കഴിഞ്ഞാൽ വിഘ്നേശ്വര പൂജയാണ്. പെരുന്തച്ഛൻ മേൽമുണ്ട് പൂണൂലാക്കി ധരിച്ച് ഇളനീരിൽ തുളസിയില മുക്കി പുണ്യാഹം തെളിക്കുന്നു. പരമപവിത്രമായ പ്ലാവ് ആദ്യം വെട്ടുന്നതും ഈ വിശ്വകർമ്മൻ തന്നെ. ആദ്യം തെറിച്ചു വീഴുന്ന മരപ്പോളിന്റെ ദിശയും നിറവും കിടപ്പും നോക്കി ഫലം പറയാൻ പെരുന്തച്ഛന് കഴിയുമത്രേ. ഈ മരം ചുമലിലേറ്റി വേണം കാവിലെത്തിക്കാൻ. നിനക്കൊരു സൗഭാഗ്യം വീണ്ടും ചെക്കി, നിനക്കൊരു സൗഭാഗ്യം വീണ്ടും ഇത്തിരുമുറ്റത്ത് മിന്നിത്തിളങ്ങിടാ. ചെക്കി, നിനക്കൊരു സൗഭാഗ്യം വീണ്ടും തിരുമുറ്റത്ത് മിന്നിത്തിളങ്ങിടാ. മുച്ചിലോട്ടമ്മതൻ തിരു
കളിയാട്ട ചടങ്ങുകൾക്ക് ആവശ്യമായ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കോമരങ്ങളും ബാല്യക്കാരും സ്ഥാനികരും ചേർന്ന് കന്നിക്കലവറയിലേക്ക് പ്രതീകാത്മകമായി നിറച്ചുവെക്കുന്ന ചടങ്ങാണ് കലവറ നിറയ്ക്കൽ. ധന്യം ജന്മം ധന്യം പുണ്യം നിൻമുഖദർശനം പുണ്യം. ധന്യം ജന്മം ധന്യം പുണ്യം നിൻമുഖദർശനം പുണ്യം. സർവാഭരണ വിഭൂഷിതയാം ദേവി സർവാഭരണ വിഭൂഷിതയാം ദേവി തിരുമുന്നിലെത്തുന്ന നിമിഷം ദർശിക്കുമെൻ ജന്മം ധന്യം. ധന്യം ജന്മം ധന്യം പുണ്യം നിൻമുഖദർശനം പുണ്യം. ഇരുപത്തൊന്നാണ്ടിൻ്റെ പുണ്യമായി വന്നിതാ ധനുമാസരാവിൻ്റെ സുദിനം. ഇരുപത്തൊന്നാണ്ടിൻ്റെ പുണ്യമായി വന്നിതാ ധനുമാസരാവിൻ്റെ സുദിനം. തെളിനീർ പൊയ്കയാൽ മണിക്കിണറിൽ നിന്നും തെളിനീർ പൊയ്കയാൽ മണിക്കിണറിൽ നിന്നും പകരുന്നു അമ്മതൻ സ്നേഹം. പകരുന്നു അമ്മതൻ സ്നേഹം. ധന്യം ജന്മം ധന്യം പുണ്യം നിൻമുഖദർശനം പുണ്യം. ഒരു നുള്ളു മഞ്ഞളാലടിയന്റെ കൈകളിൽ പകരുന്നു കനിവിൻ സുഗന്ധം. ഒരു നുള്ളു മഞ്ഞളാലടിയന്റെ കൈകളിൽ പകരുന്നു കനിവിൻ സുഗന്ധം. നിറയും മിഴിയുമായി അരികത്തണയുമ്പോൾ നിറയും മിഴിയുമായി അരികത്തണയുമ്പോൾ ഞാനെന്ന ഭാവം. തമ്പുരാട്ടിയുടെ കോലക്കാരൻ ആദിമുച്ചലോട് കാവിലേക്കും ആദ്യകാല രക്ഷിതാവായ രേരമംഗലത്തേക്കും കൈവണങ്ങാൻ പുറപ്പെടുകയാണ്. അന്ന് തന്റെ തീക്കുഴിയിലേക്ക് എണ്ണക്കുറ്റി മുഴുവനായും കമഴ്ത്തി തനിക്ക് ശ്രീകൈലാസമേറാൻ കൂടെ നിന്ന ഉച്ചിലക്കോടൻ, അവന് ദർശനം നൽകിയ മണിക്കിണറും ഇയോൻ കരിമ്പനയും കരിവള്ളൂരപ്പന്റെ വലംഭാഗത്താണ്. തമ്പുരാട്ടി ആദ്യം ശേഷിപ്പെട്ട ആദിമുച്ചലോട്ടുകാവ്. ഇനി രൈരമംഗലം ക്ഷേത്രത്തിലേക്ക്. അന്ന് കയ്യാൽ പിടിച്ച് മെയ്യാൽ തഴുകി തനിക്ക് താങ്ങും തണലുമായി നിന്ന നായനാർ. അന്ന് വിശ്വസ്തത തെളിയിക്കാൻ കേടമംഗലം ചേരിക്കല്ല് കുത്തിയിറക്കി കോളും മുതലും കൊണ്ട് കൂട്ടിയതാണ് താൻ. പിന്നെ വിശ്വസിച്ചു കൂടെ കൂട്ടി പെട്ടിയും പ്രമാണവും നാഴിയും താക്കോലും തനിക്കു നൽകി അനുഗ്രഹിച്ചു ആ ദേശവാഴിയമ്മ. രൈരമംഗലത്ത് കൈവണങ്ങി തിരിച്ചു വീണ്ടും ആദിമുച്ചിലോട്ടേക്ക്. പണ്ട് ദാഹമകറ്റാൻ പടനായർ കൊടുത്ത പാൽക്കിണ്ടി മറക്കുന്നതെങ്ങനെ? അന്നപൂർണേശ്വരി ആദ്യം സാന്നിധ്യമറിയിച്ച മണിക്കിണർ ഇന്നും വറ്റാത്ത നീരുറവയോടെ ഭക്തന്മാരുടെ വിസ്മയമായി ഇവിടെ നിലകൊള്ളുന്നു. മുച്ചിലോട്ട് ഭഗവതിയുടെ കോമരം മണിക്കിണറിൽ നിന്നും തണ്ണീർ കോരി കോലക്കാരന് ദാഹമകറ്റാൻ നൽകി. പിന്നെ നടയിൽ തൊഴുതു നിന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ്
ഞാൻ ഈ ഭാഗ്യം കയ്യേറ്റ് വാങ്ങുന്നത്. ഈ ഒരു സ്ഥാനത്ത് പെരുങ്കളിയാട്ട ചടങ്ങുകളുടെ ഭാഗമായി ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ കൊടിയില എന്ന സോവനീറിന്റെ പ്രകാശന കർമ്മം ആദ്യപ്രതി ക്ഷേത്രം അന്ത്യത്തിരിയന് നൽകിക്കൊണ്ട് P. കരുണാകരൻ MP നിർവഹിച്ചു. കുറച്ച് വൈകിട്ടാണെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുകയാണ്. മാത്രമല്ല ഈ 8, 9, 10, 11 തീയതികൾ നടക്കുന്ന ഈ മഹത്തായ പെരുങ്കളിയാട്ട മഹോത്സവം, അതിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിന് ആളുകൾ രാമകളിയെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശവും പകരാനുള്ള വേദിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പെരുങ്കളിയാട്ട സ്മരണയുടെ പ്രകാശനം നിങ്ങളുടെ എല്ലാം തന്നെ അനുവാദത്തോടുകൂടി നിർവഹിച്ചായി അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദം. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി അധ്യക്ഷനായ ചടങ്ങിൽ വെച്ച് സോവനീറിന്റെ ആദ്യ പ്രതിയുടെ വിൽപ്പന ക്ഷേത്രം കോയ്മ KK രാമകൃഷ്ണ പൊതുവാൾ ശ്രീ PP ദാമോദരന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പെരുങ്കളിയാട്ടത്തിന്റെ വേദിക ഉണർത്തുന്ന അത്യന്തം ഭക്തിനിർഭരമായ ചടങ്ങ് തുടങ്ങുകയായി. കളിയാട്ടത്തിന്റെ ദീപവും തിരിയും കൊണ്ടുവരുന്ന മുഹൂർത്തമായി. ദീപവും തിരിയും കൊണ്ടുവരുന്നതിനു മുമ്പേ അരങ്ങേറുന്ന കലശം കുളി. മനസ്സു മാത്രമല്ല, ശരീരവും കലശം കൊണ്ട് ശുദ്ധമാകണം. തന്ത്രി അമ്പിളിവടക്കില്ലത്ത് ശങ്കരവാദ്യൻ നമ്പൂതിരി ഗണപതി ഹോമം നടത്തി ക്ഷേത്രം ശുദ്ധമാക്കുന്നു. ശേഷം പവിത്രമായ കലശം ബാല്യക്കാരിൽ വർഷിക്കുന്നു. ഇവരാണ് ദീപവും തിരിയും കൊണ്ടുവരുന്നതിന് കൂടെ പോകേണ്ടത്. പിന്നെ അടുക്കളയിലേക്കും. ധന്യം ജന്മം ധന്യം, ധന്യം ജന്മം ധന്യം, പുണ്യം നിൻമുഖദർശനം പുണ്യം. ധന്യം ജന്മം ധന്യം, പുണ്യം നിൻമുഖദർശനം പുണ്യം. സർവാഭരണ വിഭൂഷിതയാം ദേവി, സർവാഭരണ വിഭൂഷിതയാം ദേവി, തിരുമുന്നിലെത്തുന്ന നിമിഷം ദർശിക്കുമെൻ ജന്മം ധന്യം. ധന്യം ജന്മം ധന്യം, പുണ്യം നിൻമുഖദർശനം പുണ്യം. ഇരുപത്തൊന്നാണ്ടിൻ്റെ പുണ്യമായി വന്നിതാ ധനുമാസരാവിൻ്റെ സുദിനം. 21 പുണ്യമായി വന്നിതാ ധനുമാസരാവിൻ്റെ സുദിനം. തെളിനീർ പൊയ്കയാൽ മണിക്കിണറിൽ നിന്നും, തെളിനീർ പൊയ്കയാൽ മണിക്കിണറിൽ നിന്നും
പകരുന്നു അമ്മതൻ സ്നേഹം, പകരുന്നു അമ്മതൻ സ്നേഹം. ധന്യം ജന്മം ധന്യം, പുണ്യം നിൻമുഖദർശനം പുണ്യം. അരങ്ങിലടിയന്തിരം തുടങ്ങി. കുളിച്ചു വന്ന കോമരങ്ങൾ സർവാഭരണ വിഭൂഷിതരായി പള്ളിവാളും കാൽച്ചിലമ്പുമണിഞ്ഞ് തിരുനടയിൽ കലാശം ചവിട്ടി. തൃക്കൈക്കുട ദൈവിക ചിഹ്നമാണ്. കളിയാട്ട നേരത്തും ഏളത്തുവേളയിലും കൈക്കുട അനിവാര്യമായ ഒരു ദേവാംശ സൂചനയാണ്. ഇത് നിർമ്മിച്ചു തരുന്നത് അവകാശിയായ കണിയാർ തറവാട്ടുകാരാണ്. നല്ല നേരം നോക്കി കാവിന്റെ തിരുനടയിൽ കുട സമർപ്പിക്കും. അന്തിത്തിരിയനും ആചാരക്കാരും കോയ്മകളുമെല്ലാം വന്നു നിൽക്കി കുട കലശം കുടഞ്ഞ് ശുദ്ധമാക്കി കുറിയെറിഞ്ഞ് കാവിലേക്ക് കയ്യേൽക്കുന്നു. മുറിച്ചു കൊണ്ടുവന്ന പ്ലാവ് കൊണ്ടുണ്ടാക്കിയ പീഠം കാവിലേക്ക് സമർപ്പിക്കുന്നത് ജീവിതദശയിലെ പുണ്യകർമ്മമായിട്ടാണ് വിശ്വകർമ്മജന്മാർ കരുതുന്നത്. വീണ്ടും ദേശാധിപൻ ശങ്കരനാരായണ സ്വാമി സന്നിധിയിലേക്ക്. തിരുനടയിൽ തൊഴുതു നിൽക്കുന്ന കോമരങ്ങൾ, സ്ഥാനികർ, വഴക്കം ചെയ്യുന്ന മുഹൂർത്തം, തമ്പുരാട്ടിയുടെ തൃക്കല്യാണത്തിന് തെളിയേണ്ട ദീപവും തിരിയും ഇവിടെ നിന്ന് വേണം അത് കൊണ്ടുപോകാൻ. അരി, തേങ്ങ, പലവ്യഞ്ജനങ്ങൾ, കായക്കുല, വെള്ളം, ഉരുളി, എന്തിനേറെ അടുപ്പിലെരിയുന്ന വിറകുവരെ വഴക്കം ചെയ്യുന്ന ക്ഷേത്രേശന്മാർ. ഭക്തിപാരവശ്യത്തോടെ അവ കുറിയിട്ടേറ്റുവാങ്ങി ദീപവും തിരിയുമായി തൊഴുതുമടങ്ങുന്ന സ്ഥാനികർ. ഇതുകൊണ്ട് വേണം 10,000-ങ്ങൾക്ക് ചോറും കറിയും ഉണ്ടാക്കാനുള്ള അടുപ്പ് കത്തിക്കാൻ, കെടാവിളക്ക് തെളിയിക്കാൻ.
നിരനിരയായി തീർത്ത അടുപ്പുകളിൽ വലിയ ചെമ്പുവട്ടകൾ തയ്യാറായി. കുറിയെറിഞ്ഞ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോമരം ചെമ്പിൽ ആദ്യ അരി ചുരിഞ്ഞു. പിന്നെ വെള്ളമൊഴിച്ച് ഒന്നാമത്തെ അടുപ്പിൽ തീ കൂട്ടി. ഈ ചെമ്പിൽ ഇനിയുള്ള 4 രാപ്പകലുകളിൽ ചോറൊഴിയുകയില്ല. ചോറ്റുവല്ലത്തിന്റെ മുന്നിൽ അന്നപൂർണേശ്വരിയായ തമ്പുരാട്ടിയുടെ നിത്യസാന്നിധ്യം പോലെ കെടാവിളക്ക് തെളിഞ്ഞു കത്തി. താലികെട്ട് പന്തൽമംഗലത്തിന് വഴിദൂരം നടന്നു വന്നുകൂടിയ പൈതങ്ങൾക്ക് കായക്കഞ്ഞിയും തോരപ്പുഴുക്കുമാണ് പണ്ട് പഥ്യം. എന്നാൽ ഇന്ന് വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് മുഖ്യം. ഒരു കിടാവ് പോലും അന്നരസമറിയാതെ തിരിച്ചു പോകാൻ ഇടയാകരുതെന്നാണ് അമ്മയുടെ വിധിവാക്യം. കലശം കുളിച്ച് കലവറയേറിയ ബാല്യക്കാർ വ്രതനിഷ്ഠയോടെ വിശ്രാന്തിയില്ലാതെ ജോലികളിൽ മുഴുകി. വെപ്പുകാരും വിളമ്പുകാരും ഒരുങ്ങി. വസ്ത്രവിപണന രംഗത്ത് 50 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുതിയ ഷോറൂം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. PC കുഞ്ഞിരാമൻ വസ്ത്രവ്യാപാരം. ആരെയും വിസ്മയിപ്പിക്കുന്ന ഫാഷൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ഷോറൂം. വിവാഹ സാരികൾ, പട്ടുസാരികൾ, റെഡിമെയ്ഡുകൾ, ചുരിദാറുകൾ, ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് എല്ലാം യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ മലയോര മേഖലയിലെ നമ്പർ 1 ഷോറൂം PC കുഞ്ഞിരാമൻ വസ്ത്രവ്യാപാരം, മെയിൻ റോഡ്, ചെറുപുഴ. PC കുഞ്ഞിരാമൻ വസ്ത്രവ്യാപാരം, മെയിൻ റോഡ്, ചെറുപുഴ.